ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാ, ജീവിപ്പിക്കണമേ, ജീവിതം അവർ പരിപാലിക്കണമേ, ഉത്ഥാനം പ്രതീക്ഷിച്ച് മണ്ണോട് നിരമകളുടെ ഉയർപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാം, നിന്നെ കുറിച്ച് ആഴത്തുമാരുടെ അകപ്പെടുവാനും മേഘനീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിൽ തുറക്കപ്പെടുകയും മനുഷ്യ രക്ഷയിലായക്കപ്പെടു നിർക്കുകയും ദുഷ്ടജനം നീതിമാന്മാർ നിന്ന ഭയാനകമായ ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരത്തിന്റെ സജ്ജമാക്കപ്പെട്ട സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിന്റെ കൃപയാനുഗ്രഹം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും നീക്കും.
വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ബാവാപുത്രൻ റൂഹായി മൃതനാമിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം കൃപയുടെ നാട്ടിൽ ചേർക്കണം. തിരുമഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായ വിധിക്കല്ലേ. സമാധാനം. ഞങ്ങളെ അനുഗമിക്കുകയും ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. മഹനീയമാന്റെ ത്രിയനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാദിനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി ആകാശത്തിലും ഭൂമിയിലും സുതർഹനാകുന്നു. ഞങ്ങൾ ജീവന്റെ കാരണമാത്മാവിന്റെ പ്രത്യാശ നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാദിനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വികലമോദം നുകരാൻ മുതലേ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. ഞാൻ വിളിക്കുന്നു മനുഷ്യരെ ഏർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, ഞാൻ വിളിക്കുന്നു. ശബ്ദം കേൾക്കണമേ. പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും. എന്നാൽ പാപമോ നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. ഞാൻ ശരണപ്പെടുന്നു. അവന്റെ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഞാൻ കാത്തിരിക്കുന്നു. കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. ലക്ഷ്യം അവന്റെ പക്കലാകുന്നു. പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ഞാൻ വിളിക്കുന്നു മനുഷ്യരെ ഏർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം. സമാധാനം. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ആശ്രമേർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിയുടെ ദിവസത്തിന് ദാസിയെ വിളിക്കുന്നതിന്റെ വലുത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവൻ നിറഞ്ഞ നീതിമാനമായ കർത്താവേ, ജീവന്റെ മനത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരുടെ ദയാപുറം പരിപാലിക്കണമേ. ഉത്താനം പ്രതീക്ഷ മരണമടഞ്ഞവരെ മഹിമയോട് ഏർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നാഥനും ദൈവമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവരെ ക്ഷേരായി കവിടങ്ങൾ ഉയർക്കുകയും ദുഷ്ടങ്ങൾ നീതിമാന്മാരിൽ വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന മഹനീയമായ നീതി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ലോകാരം മുതൽ സജ്ജമാക്കും സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട അമ്മച്ചിയെ നീ സ്വീകരിക്കുമാറാകണമേ.
ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും നിന്റെ കൃപയും അനുഗ്രഹവും ധാരാളമായി വർഷിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോയുടെ വാത്സല്യമുള്ള സഹോദര വൈദികരെ, കുടുംബാംഗങ്ങളെ, അമ്മച്ചി ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ട് കാണുന്നു. അമ്മച്ചി രണ്ട് മക്കൾ മഞ്ജു സഞ്ജു ഞാൻ ഹൈദരാബാദിലുള്ളപ്പോൾ എൻ്റെ സഹപ്രവർത്തകരായിരുന്നു. ഒരു വികാരിച്ചൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ജോലി രണ്ടുപേരും പ്രത്യേകിച്ച് യുവജനങ്ങളുടെ കാര്യത്തിൽ ചെയ്തെന്നെ സഹായിച്ചിട്ടുണ്ട്. ഹൈദരാബാദിൽ ഒരുപാട് പിള്ളേരുള്ള സ്ഥലമാണ്. എല്ലാ ഇടവകളിലെയും പിള്ളേരെ ഒന്നിച്ചു കൂട്ടുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ സ്വന്തമായിട്ട് ഉണ്ടായിരുന്നത് രണ്ടുപേരാണ്. ഒരുപക്ഷെ അമ്മച്ചി മരിച്ചെന്ന് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഇവരോടുള്ള കടപ്പാട് ഈ അമ്മച്ചിയുടെ നന്മയുടെ ഭാഗമായിട്ട് എനിക്ക് തോന്നി. ഇവരെ പ്രസവിച്ച അമ്മച്ചി, സിജുവിൻ്റെ മരുമകനായിട്ട് സ്വീകരിച്ച അമ്മച്ചി എത്രയോ നല്ലൊരു അമ്മച്ചിയായിരുന്നു. അതുകൊണ്ട് ഈ അമ്മച്ചിയുടെ മരണത്തിലെ ദുഃഖമായിട്ട് കഴിയുന്ന ഈ കുടുംബത്തോട് എൻ്റെ മനസ്സിൻ്റെ അടുപ്പവും അമ്മച്ചിയോടുള്ള ഇഷ്ടവും അറിയിക്കാനാണ് ഞാനോട് സംഗീതനായത്. മരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുഃഖവെള്ളിയാഴ്ചയാണ്. പക്ഷെ ആ ദുഃഖവെള്ളിയാഴ്ച നമ്മൾ എത്തിക്കുന്നത് ഉത്ഥാനത്തിൻ്റെ സന്തോഷത്തിലാണ്. അമ്മച്ചി കടന്നു പോകുന്നത് ദൈവത്തിൻ്റെ പക്കലേക്കാണ്. ദൈവത്തിനു വേണ്ടി ജീവിച്ച അമ്മച്ചി ദൈവത്തിൻ്റെ സ്വന്തമായിട്ട് ദൈവത്തിൻ്റെ വലതുഭാഗത്ത് കൂട്ടിച്ചേർക്കപ്പെടാനായിട്ട് യാത്രയാകുകയാണ്. മാലാകുമാരെ അകമ്പടി സേവിക്കട്ടെ. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ധാരാളം പേര് സ്വർഗത്തിലുള്ളവരെ അമ്മച്ചിക്ക് വരവേൽപ്പ് നൽകാനായിട്ട് അവിടെ ഉണ്ടാകും. അമ്മച്ചി നിങ്ങൾക്ക് നൽകിയത് സ്വത്തും സൗന്ദര്യമൊന്നുമല്ല. അമ്മച്ചി നിങ്ങൾക്ക് നൽകിയത് ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളും മൂല്യങ്ങളുമാണ്. ഒരുപക്ഷെ നമ്മുടെ തലമുറകൾക്ക് കൈമാറുന്നതാണ്. മരിച്ചവരുടെ കൈമുത്തുന്ന ശുശ്രൂഷയ്ക്ക് ഞങ്ങൾ വിളിക്കുന്നത് കൈ കസ്തൂരി സ്വീകരിക്കാനാണ്. കൈയിൻ്റെ കസ്തൂരി മക്കൾ ഏറ്റുവാങ്ങുന്ന ആചാരത്തിനെയാണ് ഈ കൈമുത്തൽ ശുശ്രൂഷയിൽ ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അമ്മച്ചിയുടെ കൈ കസ്തൂരി നിങ്ങളുടെ ജീവിതത്തിൻ്റെ സുഗന്ധമായിട്ട് തീരാൻ കാരണമാകട്ടെ. അമ്മച്ചിയുടെ വേർപാടിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന എല്ലാവരും, പ്രത്യേകിച്ച് എനിക്കുള്ള വ്യക്തിപരമായിട്ടുള്ള കടപ്പാടും ഇഷ്ടവും സഭയുടെ നാമത്തിൽ അനുശോചനം അറിയിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദീർഘമായി യാത്ര ചെയ്ത് ഇവിടെ എത്തി വരികയും ഈ കുടുംബത്തിനും അമ്മച്ചിക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്ത പിതാവിനെയും കുടുംബത്തിനെയും ഇവിടെ കൂടി എല്ലാവരെയും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. ആകാശം ഭൂമിയിൽ
ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. പാപങ്ങൾ വായിക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരും നോക്കണമേ. അവന്റെ സന്തോഷത്തിൽ ആനന്ദിക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവനാ നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവപുത്ര റൂഹായേ മൃതനാവിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. എന്നുടെ നാഥാവിൻ തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമേ പാപങ്ങൾ നിരയായി വിധിക്കല്ലേ. നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണകൾ അനുഗമിക്കുകയും നിരവധിയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയുകയും ചെയ്യട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുടരാ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. അഗ്നിവിഴാത്തോരവികലമോദം ദുഃഖരാമൃതരെ മഹിമാ ഒഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഞാൻ വിളിക്കുന്നു, എന്റെ പ്രാർത്ഥന ചൊല്ലിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ എന്റെ വാഗ്ദാനത്തിനാകുന്നു. കാത്തിരിക്കുന്ന ആൾക്കാരെ പോലെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. സജീവവും ജീവദായകവുമായ ലഭിച്ച കർത്താവേ, ആശുദ്ധമഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ, ഉദ്ധാന പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ഇവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സകലത്തിന്റെ നാഥനും ദൈവമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോട് ദേവദൂതന്മാരുടെ അകമ്പടിയോട് കടമാനുമേൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി ഖബറിടങ്ങളിൽ നിന്ന് ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകവും രക്ഷാകരമായ ഒരു ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിയെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹം നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പരിശോധന കൃപയാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ ഹൈദരാബാദിലുണ്ടായിരുന്ന വൈദികരാണ് ഇന്നിവിടെ പ്രാർത്ഥിക്കാനായി എത്തിച്ചേർന്നത്. ഹൈദരാബാദ് മിഷന്റെ ആദ്യഘട്ടങ്ങളിൽ ഏറ്റവും പ്രയാസകരവും ദുർഘടമായ സമയങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഏറ്റവും പരിചിതവും സ്നേഹവും ഉള്ള മഞ്ജുവും സഞ്ജുവും ഞങ്ങൾക്ക് അവരെ രണ്ടുപേരെയും ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല. ഈ മിഷന്റെ വളർച്ചയിൽ ഏറെ സഹായിക്കുകയും അതിലുപരിയായിട്ട് ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത, പ്രത്യേകിച്ച് വൈദികർ ഒത്തിരിയേറെ സ്നേഹിച്ച രണ്ട് വ്യക്തികളാണ്. അവരുടെ പ്രിയപ്പെട്ട മാതാവാണ് മരണമടഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഹൈദരാബാദിലായിരുന്ന അവസരത്തിലൊക്കെ ഈ അമ്മയെക്കുറിച്ച് അറിയുവാനും കേൾക്കുവാനും അതിലുപരി ഈ അമ്മയുടെ ആരോഗ്യത്തിന് വേണ്ടി നിരന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അമ്മയുടെ സ്നേഹവും അമ്മയുടെ കരുതലും അമ്മയുടെ പങ്കുവയ്ക്കലുമൊക്കെ എപ്പോഴും അവരുടെ നാവുകളിൽ നിന്ന് കേൾക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഈ അമ്മയുടെ പ്രാർത്ഥനാ ജീവിതവും ഈ അമ്മയുടെ വിശുദ്ധിയും ഒക്കെ തന്നെയാണ് ഹൈദരാബാദിൻ്റെ മണ്ണിലും ഈ മിഷൻ പ്രവർത്തനങ്ങളുമായി വന്ന വൈദികർക്ക് ഏറെ അനുഗ്രഹമായിട്ട് ഏറെ സപ്പോർട്ടൊക്കെ നൽകി ഞങ്ങളെ ഒത്തിരിയേറെ ആ ശുശ്രൂഷയുടെ വിവിധ മേഖലകളിലൊക്കെ ആയിരുന്നപ്പോഴും ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യാനൊക്കെ ഇവർ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അതിനെല്ലാം കാരണമായി തീരുന്നത് തീർച്ചയായിട്ടും ഈ അമ്മയുടെ വിശുദ്ധമായ ജീവിതവും ഈ അമ്മയുടെ മാതൃകയുമായിരുന്നു. ഒത്തിരിയേറെ പ്രതിസന്ധികളുണ്ടായിരുന്നു. ആ പ്രതിസന്ധികളുടെ കാലഘട്ടങ്ങളിലൊക്കെ ഈ അമ്മയോടൊപ്പമായിരിക്കുവാനും അതുപോലെ ഈ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ മഞ്ജുവിന് സാധിച്ചു. തീർച്ചയായിട്ടും ഞങ്ങൾ വൈദികരോട് എപ്പോഴും നല്ല ഒരു സ്നേഹ സമ്പർക്കം, ആത്മീയ സമ്പർക്കം പുലർത്തുകയും ഞങ്ങളോട് എപ്പോഴും ഈ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് പറയുകയുണ്ടായി. അപ്പം ഞങ്ങൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഈ അമ്മയുടെ നന്മകളെ ദൈവം കാണട്ടെ. തീർച്ചയായിട്ടും ഈ അമ്മ സ്വർഗരാജ്യത്തിൽ ഈശോയോടൊപ്പമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അത്രയേറെ വിശുദ്ധമായ ഒരു ജീവിതം നയിച്ചു. ഒത്തിരിയേറെ സഹനങ്ങളുടെ സമയത്തും നിറപുഞ്ചിരിയോടുകൂടി സഹനങ്ങളെ ഏറ്റെടുക്കുകയും അവസാന നിമിഷം പോലും തൻ്റെ മക്കളോടൊപ്പം ആയിരുന്നുകൊണ്ട് പെസഹായിൽ പങ്കെടുക്കുവാനും പെസഹ അപ്പം എല്ലാവർക്കും മുറിച്ചു നൽകുവാനും ഈശോ തൻ്റെ സ്നേഹം മുറിച്ചു നൽകിയതുപോലെ തൻ്റെ മക്കൾക്ക്, തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് പകർത്തു കൊടുക്കുവാൻ ഇതെൻ്റെ ശരീരമാവുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞതുപോലെ ഒരു ജീവിതം മുഴുവനും ഈ മക്കൾക്ക് വേണ്ടിയും കൊച്ചുമക്കൾക്ക് വേണ്ടിയും ഒക്കെ ഒരു ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു നല്ല അമ്മയാണ്. തീർച്ചയായിട്ടും ഈ അമ്മയുടെ മരണം ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഃഖകരമായ ഒന്നാണെങ്കിലും കർത്താവിൻ്റെ ഉയർപ്പ് നിങ്ങൾക്ക് പ്രത്യാശയും ആശ്വാസം നൽകട്ടെ എന്ന അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് മഞ്ജുവിനെയും സഞ്ജുവിനെയും ഞങ്ങൾ ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ഓർക്കുന്നു. അവർ ഈ ഹൈദരാബാദ് മിഷന് ചെയ്ത അഭിനന്ദ തട്ടിൽ പിതാവ് പോലും ഇവിടെ എത്തിച്ചേർന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രമാത്രം സ്നേഹബന്ധം വൈദികരോടും ആ മിഷൻ പ്രവർത്തനങ്ങളോടൊക്കെ ആ കുടുംബം എത്രമാത്രം അടുപ്പമുള്ളവരാണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഈ അമ്മയുടെ മറ്റുള്ള എല്ലാ മക്കൾക്കും
അതുപോലെ തന്നെ കൊച്ചുമക്കൾക്കും ബന്ധുവിധാദികൾക്കെല്ലാം അനുശോചനങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. ഈ അമ്മയ്ക്ക് നിത്യ കിരീടത്തിനുള്ള ഒരു അർഹത തീർച്ചയായിട്ടും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഹൈദരാബാദിൽ പ്രവർത്തിച്ച് ഇപ്പോൾ ഈ രൂപതയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വൈദികരുടെ എല്ലാ പ്രാർത്ഥനകളും കുടുംബാംഗങ്ങൾക്ക് മുഴുവൻ നൽകുന്നു. അനുശോചനങ്ങൾ നേരുന്നു. സങ്കടപ്പെടുന്നവർ ആശ്രയിക്കുകയും ചെയ്യുന്ന വാഗ്ദാനങ്ങളെ പ്രതീക്ഷിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവുതരം പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, എന്റെ കർത്താവേ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ല വരുത്തു വലമ്പാകേ ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ. ആയുസ്സും സന്തോഷത്തിൽ അവൻ ആനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതയെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാപുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേനും ജീവൻ നൽകി മകോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. പാപങ്ങൾ നിരയായി എന്നെ വിധിക്കല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ നിഗമിക്കുകയും ദയാദിക്കുകയും ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ ദൈവത്തിന് അനുഗ്രഹം സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ആകാശത്തിനും ഭൂമിയിലും നീ സ്ഥിരനാവുന്നു. ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായും നീക്കും. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുദ്ധാനം പകരുന്നല്ലോ. വാഴ്ത്തിയിടുന്നേ ഒഴുകി വരുന്നു വാനവഗാനം. പൂഴിയിൽ നിന്നും മൃതനുണരുന്നു. നിത്യവിരുന്നിൽ പുലരി വരുന്നു. പുരുമോഹനമാം പുലരിയും നാദ, പൂങ്കതിരണിയും സുഹൃതികളോടെ നാദം ചേരാൻ വരമരുളേണം. ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ. വാഴ്ത്തിയിടുന്നേ. അഗാധങ്ങളിൽ നിന്നങ്ങേ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു.
ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനത്തിന്റെ പക്കൽ നിന്നാവുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. വിളിക്കാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. വിളിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, അഗാധത്തിൽ നിന്ന് അങ്ങയെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സജീവവും ജീവദായമായ ശബ്ദത്താൽ ആസലിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം അഗ്നിയമായ ദിവസത്തിൽ ദാസിയെ വിളിക്കുകയും വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനവതി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. മരിച്ചവരെ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തുനിന്ന് വേർപിരിഞ്ഞു പോയ അങ്ങയുടെ ദാസിയുടെ ആത്മാവിനെ വിശുദ്ധ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാൻ വാനമേഖല മഹത്വത്തോടെ ആഗതനാവുമ്പോൾ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യ ആനന്ദത്തിലേക്ക് ഈ ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ അങ്ങയുടെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം അങ്ങയെ പാടി പുകഴ്ത്തുവാൻ വേണ്ടി അങ്ങയുടെ അനുഗ്രഹത്തിന് ചേർത്താൽ ഈ ആത്മാവിന്റെ കളകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നാമത്തിൽ ദൈവമേ, ഞങ്ങളുടെ സഹായത്തിന് വരേണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗ്ഗകവാടം തുറക്കൂ, കാരുണ്യമായി തോടെ നോക്കൂ. നിൻ വിളി കേൾക്കുന്നു, സന്നിധി ചേർക്കൂ. സ്വർഗ്ഗകവാടം തുറക്കൂ, കാരുണ്യമായി തോടെ നോക്കൂ. നിൻ വിളി കേൾക്കുന്നു, മണ്ണിൽ ജീവിച്ച നാളിൽ വല്ല വീഴ്ചകൾ വന്നു പോയെങ്കിൽ, മണ്ണിൽ ജീവിച്ച നാളിൽ വല്ല വീഴ്ചകൾ വന്നു പോയെങ്കിൽ, സർവം പൊറുക്കണേ നാഥാനിന്റെ കാരുണ്യമളവറ്റതല്ലോ. സർവം പൊറുക്കണേ നാഥാനിന്റെ കാരുണ്യമളവറ്റതല്ലോ. കവാടം തുറക്കൂ, കാരുണ്യമായി തോടെ നോക്കൂ. കർത്താവ് നിങ്ങളെ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കുന്നു. അവിടുന്ന് നിങ്ങളുടെ ജീവൻ കാത്തു രക്ഷിക്കുന്നു. ആപത്തുകളിൽ നിന്ന് രക്ഷിക്കുന്നു. അവിടുന്ന് നിങ്ങളുടെ ജീവൻ കാത്തു രക്ഷിക്കുന്നു.
പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? നിന്റെ കാൽ വഴുതുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്ക് തണലേകുവാൻ അവിടുന്ന് നിന്റെ വലതു ഭാഗത്തുണ്ട്. സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവ് നിങ്ങളെ ആപത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അവിടുന്ന് നിങ്ങളുടെ ജീവൻ കാത്തു രക്ഷിക്കുന്നു. കർത്താവെ, അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കുവാൻ കഴിയും? കർത്താവെ, അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കുവാനാകും? ഞാൻ കാത്തിരിക്കുന്നു. എൻ്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു. അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു. പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് കാരുണ്യവാനാണ്. അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. ഇസ്രായേലിനെ അവന്റെ അകൃത്യങ്ങളിൽ നിന്ന് അവിടുന്ന് മോചിപ്പിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവെ, അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കാനാകും? കർത്താവേ, അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കാനാകും? പിതാവ് മരിച്ചവരെ ഉയർപ്പിക്കുകയും അവർക്ക് ജീവൻ നൽകുകയും ചെയ്യുന്നത് പോലെ പുത്രനും തനിക്കിഷ്ടമുള്ളവർക്ക് ജീവൻ നൽകുന്നു. പിതാവ് മരിച്ചവരെ ഉയർപ്പിക്കുകയും അവർക്ക് ജീവൻ നൽകുകയും ചെയ്യുന്നതുപോലെ പുത്രനും തനിക്ക് ഇഷ്ടമുള്ളവർക്ക് ജീവൻ നൽകുന്നു. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവനൊരു ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സദൃശത്തിൽ ആയിത്തീർന്നു. ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇതാ യേശുവിന്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനു വേണ്ടി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവ് മരിച്ചവരെ ഉയർപ്പിക്കുകയും അവർക്ക് ജീവൻ നൽകുകയും ചെയ്യുന്നത് പോലെ പുത്രനും തനിക്കിഷ്ടമുള്ളവർക്ക് ജീവൻ നൽകുന്നു. പിതാവ് മരിച്ചവരെ ഉയർത്തുകയും അവർക്ക് ജീവൻ നൽകുകയും ചെയ്യുന്നത് പോലെ പുത്രനും തനിക്ക് ഇഷ്ടമുള്ളവർക്ക് ജീവൻ നൽകുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസാർക്ക് എഴുതിയ 1-ാം ലേഖനം. മരണമേ, നിന്റെ വിജയം എവിടെ? മരണമേ, നിന്റെ ദംശനം എവിടെ? മരണത്തിന്റെ ദംശനം പാപവും പാപത്തിന്റെ ശക്തി നിയമവുമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. കർത്താവിന്റെ വചനം. കർത്താവേ, അങ്ങയിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു. നിത്യമായി നശിക്കാൻ എന്നെ അനുവദിക്കരുതേ. കർത്താവേ, അങ്ങയിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു. നിത്യമായി നശിക്കുവാൻ എന്നെ അനുവദിക്കരുതേ. കർത്താവേ, അങ്ങയിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു. അങ്ങയുടെ കാരുണ്യം നിറഞ്ഞ സ്നേഹത്തെ പ്രതി ഞാൻ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യും. കർത്താവേ, അങ്ങയിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു. നിത്യമായി നശിക്കുവാൻ എന്നെ അനുവദിക്കരുതേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഭയം പ്രാപിക്കുന്നു. നിത്യമായി നശിക്കുവാൻ എന്നെ അനുവദിക്കരുതേ.
പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരും. എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും. എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. എൻ്റെ ആത്മാവ് കർത്താവിനെ പ്രകീർത്തിക്കും. എൻ്റെ ആരോഗ്യരക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ വിനീതാവസ്ഥ തൃക്കൺ പാർത്തു. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാകുന്നു. അവിടുത്തെ ഭയപ്പെടുന്നവരുടെ മേൽ അവിടുത്തെ കാരുണ്യം തലമുറ തോറും ഉണ്ടായിരിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടമാക്കി ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ബലവാന്മാരെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കി വിനീതരെ അവിടുന്ന് ഉയർത്തി. വിശക്കുന്നവരെ സദ്വിഭവങ്ങൾ കൊണ്ട് നിറച്ചു. സമ്പന്നരെ കരുണയോടെ പറഞ്ഞയച്ചു. അവിടുന്ന് തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. ഇത് നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാമിനോടും സന്തതികളോടും അവിടുന്ന് നീക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എപ്പോഴും നീക്കുവാമീൻ. പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരും. എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയും. എന്റെ അടുത്ത് വരും. എന്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ലാസറിനെ മരിച്ചതിൽ നിന്ന് ഉയർപ്പിച്ച കർത്താവേ, അങ്ങയുടെ അമൂല്യ രക്തത്താൽ വീണ്ടെടുത്ത എല്ലാ വിശ്വാസികളുടെയും ആത്മാക്കൾക്ക് നിത്യരക്ഷ പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവനും പുനരുദ്ധാനവും നിത്യജീവന്റെ ഉറവിടമായ കർത്താവേ, ഞങ്ങളുടെ നശ്വരമായ ശരീരത്തിൽ പാപത്തിന്റെ ആധിപത്യം ഇല്ലാതാക്കണമേ. മരണത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിച്ച് നിത്യജീവന്റെ സമ്മാനത്തിന് അർഹരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, ജ്ഞാനസ്നാനം വഴി അങ്ങ് നിത്യജീവൻ അവകാശിയാക്കിയ ഞങ്ങളുടെ സഹോദരിയെ അങ്ങ് വിശുദ്ധരുടെ സമൂഹത്തിൽ ചേർത്തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയുടെ നാഥനായ കർത്താവേ, അങ്ങയുടെ തിരുക്കുമാരന്റെ ശരീരവും രക്തവും ഉൾക്കൊള്ളുവാൻ ഭാഗ്യം ലഭിച്ച ഞങ്ങളുടെ സഹോദരിയെ അവസാന ദിവസത്തിൽ ഉയർപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ സഹോദരിയുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പിതാവേ, നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. സർവശക്തനും നിത്യനുമായ ദൈവമേ, ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നൽകുവാനും അങ്ങേ പുത്രനെ അങ്ങേ ലോകത്തിലേക്ക് അയച്ചുവല്ലോ. ജീവിതകാലം മുഴുവനും യേശുവാകുന്ന ജീവന്റെ പാതയിലൂടെ സഞ്ചരിച്ച പ്രിയദാസി മോളെ ചേച്ചിക്ക് വാഗ്ദാനം ചെയ്ത സമൃദ്ധമായി ജീവൻ നൽകി അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവേ, ദാസിക്ക് നിത്യവിശ്രാന്തി നൽകണമേ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ തിന്മകളിൽ നിന്ന് സംരക്ഷിച്ച് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. വരുവിൻ മാനവവൃന്ദമിയാളെ എതിരേൽപ്പാനതിമോദം വഹിക്കുവിൻ കരതാരിയാളുടെ ആത്മാവിനെ നിങ്ങൾ പരമോന്നതനാം കർത്താവിൻ തിരു സന്നിധി ചേർത്തിടുവിൻ.
മിശിഹാനാഥൻ തന്നുടെ സവിധം ഭൂക കൈക്കൊള്ളണമേ രക്ഷകനീശോ തൻ തിരുകൃപയതിനാലേ തൻ തിരുകൃപയതിനാലേ പൂർവപിതാവ അബ്രാഹാമിനോട് മടിയിൽ നിന്നെ മാലാഖമാർ നിരനിരയായി ആഗതരായിടട്ടെ ആഗതരായിടട്ടെ നാഥാ നിത്യമതാം വിശ്രാന്തി കൽപ്പിച്ചരുളണമേ നാഥാ നിത്യവെളിച്ചമിയാളി ശോഭിതമാക്കണമേ. മിശിഹായിൽ വാത്സല്യമുള്ള കുടുംബാംഗങ്ങളെ, ബന്ധുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ഞങ്ങളീ നിൽക്കുന്ന എല്ലാവരും മോളിച്ചേച്ചിയുടെ കൂടെ ഈ ഭവനത്തിൽ ഈ മുറിയിൽ നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു. ഒരുപാട് സന്ദർഭങ്ങളിൽ ഈ കുടുംബത്തിൽ ഈ തിരുനടയിൽ ഇരുന്നുകൊണ്ട് മോളിച്ചേച്ചിയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആവേ മരിയ പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായിട്ടുള്ള ഒരു എളിയ കൂട്ടായ്മയാണ് ഈ കൂട്ടായ്മ. അതിലെ അംഗങ്ങളുടെ ഭവനങ്ങളിൽ പലപ്പോഴായി ഒരുമിച്ച് ചേരുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മോളിച്ചേച്ചി അതിൻ്റെ നിറസാന്നിധ്യമാണ്. എപ്പോൾ പ്രാർത്ഥന അറിയിച്ചാലും ഉത്സാഹത്തോടുകൂടെ ഞങ്ങൾ ഈ ഭവനത്തിൽ വരവേറ്റിട്ടുണ്ട്. സ്നേഹം, പരിചരണം, സാന്ത്വനം ഒക്കെ നൽകിയിട്ടുണ്ട്. വിശ്വാസത്തിൻ്റെ ജ്വലനം ഞങ്ങൾ മോളിച്ചേച്ചിയിൽ ദർശിച്ചിട്ടുണ്ട്. ഒരു ക്ഷീണവുമില്ലാതെ ഒരുപാട് മണിക്കൂറുകൾ പ്രാർത്ഥനയിൽ പൂർണ്ണമായി സമർപ്പണം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് തീർത്ഥാടനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ യാത്രകളിലൊക്കെ നിരന്തരം ജപമാല സമർപ്പണവും കുരിശിൻ്റെ വഴിയുടെ പരിഹാര പ്രദർശന പ്രാർത്ഥനകളും വചന വിശകലനവും വചനാനുഭവത്തിൻ്റെ പങ്കുവയ്ക്കലും എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത് വളരെ ആഴമുള്ള ബോധ്യവും വിശ്വാസത്തിൻ്റെ നിറവും മോളിച്ചേച്ചിയിൽ ദർശിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ എളിയ കൂട്ടായ്മ എപ്പോഴെല്ലാം എവിടെയെല്ലാം സമ്മേളിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം പ്രാർത്ഥനയുടെയും ദൈവവചന അനുഭവത്തിൻ്റെയും നിറവ് ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും മക്കളെക്കുറിച്ച് നിരന്തരമായ പ്രാർത്ഥന, കരുതൽ അമ്മയ്ക്കുണ്ട്. വലിയ ഒരു കുടുംബമാണ്. 7 മക്കളും മരുമക്കളും കുഞ്ഞുമക്കളും ഒക്കെ ചേരുന്ന വലിയ ഈ കുടുംബത്തെ ചിറകിൻ കീഴിൽ പ്രാർത്ഥനയിൽ സംരക്ഷിക്കുന്ന വലിയൊരമ്മയെ ദർശിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. സങ്കീർത്തകൻ പറയുന്നത്, വീണുപോയ മനുഷ്യൻ പ്രാർത്ഥനയുടെ ചിറകുകളിൽ പറന്നുയരുമെന്നാണ്. എവിടെ തളർച്ചയും ക്ലേശവും തടസ്സവും പ്രതിബന്ധവും ഉണ്ടാകുന്നു അവിടെ പ്രാർത്ഥനയെ ആയുധമാക്കുന്ന മനുഷ്യര് ക്ഷീണം മറന്ന് പറന്നുയരാനായിട്ട് ശക്തി ദൈവം നൽകും. തളർന്നുപോയ കാലുകളെ ദൈവം ബലപ്പെടുത്തും. മാനസങ്ങളെ ഉന്മേഷം കൊണ്ട് നിറയ്ക്കുകയും കൂടുതൽ യാത്ര ചെയ്യുവാൻ ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഏതെല്ലാം ഭയങ്ങൾ അലട്ടിയിരുന്നു അതിനെയൊക്കെ പ്രാർത്ഥനയാക്കി മാറ്റുന്ന പ്രാർത്ഥനയുടെ സൗന്ദര്യത്തിൻ്റെ നിറവായ മോളിച്ചേച്ചി യാത്രയാവുകയാണ്.
ഈ യാത്രയിൽ ഈ സായം സന്ധ്യയിലൂടെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് ദൈവത്തിന് നന്ദി പറയുകയാണ്. എല്ലാവരും പല ദൂരങ്ങളിൽ നിന്ന് സഞ്ചരിച്ച് ഈ ഭവനത്തിലെത്തുകയും കൂട്ടായ്മയിൽ പ്രാർത്ഥനാ ശുശ്രൂഷ ലക്ഷ്യം വെച്ചിരുന്നതുപോലെ നടത്തുവാൻ ദൈവം അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്.